ഒക്ടോബർ 5-ന് ബെയ്റൂട്ടിലെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിലുണ്ടായ തുടർച്ചയായ സ്ഫോടനങ്ങൾ രാജ്യതലസ്ഥാനം അനുഭവിച്ച ഏറ്റവും അക്രമാസക്തമായ രാത്രികളിലൊന്നാണ്. ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിക്കുമ്പോൾ ഇതിനകം തന്നെ താമസക്കാരെ ഒഴിപ്പിച്ച പ്രദേശങ്ങളിലേക്ക് കനത്ത വ്യോമാക്രമണം നടത്തുമ്പോൾ അയൽ നഗരങ്ങളിലും പട്ടണങ്ങളിലും ഭയമേറുകയാണ്. ബോംബാക്രമണം നടന്ന പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ പലായനം ചെയ്യുന്നതിനാൽ വഷളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം രാഷ്ട്രീയവും മാനുഷികവുമായ ആശങ്കകൾ പരിഹരിക്കാൻ ലെബനൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നു. വെടിനിർത്തലിനും സമാധാനത്തിനും വേണ്ടി നയതന്ത്രപരമായി ശ്രമിക്കുക, ഇരകൾക്ക് സഹായം നൽകുക, നിരന്തരമായ പ്രാർത്ഥനാ ജാഗ്രത പാലിക്കുക എന്നിങ്ങനെ വിവിധ സഹായങ്ങളുമായി സഭയും രാജ്യത്തിൻ്റെ പ്രതിസന്ധിയിൽ ഒപ്പം നിൽക്കുന്നു. ലെബനനിൽ പോരാട്ടം ശക്തി പ്രാപിച്ചതിന് ശേഷമുള്ള ഏറ്റവും അക്രമാസക്തമായ രാത്രിയായിരുന്നു ഒക്ടോബർ 5-ലേത്. മറോനൈറ്റ് പാത്രിയാർക്കീസ് കർദിനാൾ ബെജാര ബൗഡ്രോസ് അൽ റാഹി ഈ യുദ്ധത്തെക്കുറിച്ചും അതിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ചും തൻ്റെ നിലപാട് ആവർത്തിച്ചു. നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് ചരിത്രപരമായ കടമബോധത്തോടെ ഒന്നിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു.